എവിടെയാണ് ഇതില്ലാത്തത് ഒന്ന് കാണിച്ചത്? ഈ ചെറുപ്പക്കാരൻ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും. ദേശസ്നേഹം വളർത്തുന്ന തരത്തിലുള്ള ഗാനങ്ങളുമായി അനുഭവിപ്പിക്കുന്നവനും തുടക്കത്തിൽ മാക്സിമം അവനെ തളർത്തും. വേടൻ പരിധി വിട്ടുപോയി. അച്ഛനാ ഇതൊക്കെ നോക്കുന്നത്. സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ആ ഭീകരശക്തി ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും രാജ്യത്തിനെതിരായി പ്രവർത്തിച്ച് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. വേടന്റെ പാട്ടുകൾക്ക് വലിയ ആരാധകരാണുള്ളത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും സാമൂഹ്യമായും സാങ്കേതികമായും ഒക്കെ വലിയ പുരോഗതിയിൽ നിൽക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും ജാതിയുടെയും നിറത്തിന്റെയും പേരിലുള്ള വേർതിരിവുകൾ പാട്ടിലൂടെ പ്രചരിപ്പിക്കുന്നത് യുവതലമുറയിൽ ഭിന്നിപ്പിനെ വഴിയൊരുക്കൂ എന്ന് പറയുന്നതിലും കുറച്ച് കാര്യമില്ലേ? അത് എവിടെയാണ് ഇതില്ലാത്തത് ഒന്ന് കാണിച്ചു തന്നാൽ. ഏത് മേഖലയിലാണ് ഇതില്ലാത്തത്? അതായത് വേർതിരിവ്, ജാതിയുടെയും നിറത്തിന്റെയും പേരുള്ള വേർതിരിവ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്കില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു കാലത്താണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയാം. ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ 100% ഞാൻ അനുഭവത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പലവരെയും പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. രാഷ്ട്രീയ മേഖലയിൽ തരം തിരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇടക്കാലത്ത് ആരോ സംസാരിക്കുന്നത് കേട്ടു. ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫറായി വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ അവിടെ എത്തുന്നതിന് മുമ്പ് ആ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ജാതി എത്തും. ഒരാൾ ട്രാൻസ്ഫറായി അവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജാതി അവിടെ എത്തും. അവിടെ ഉള്ളവർ അതിനു മുമ്പേ അന്വേഷിക്കും വരുന്നവൻ ഏത് ജാതിയാണ്. ആ കാലഘട്ടമാണ്. അതുകൊണ്ട് ഇവിടെ നിലവിലുള്ള സംവിധാനമാണ് ജാതി വിവേചനം. അപ്പോൾ ഇപ്പോഴും 100% അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ. നമ്മൾ ഓരോ മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം. രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ലെങ്കിൽ സകല മേഖലയും നമ്മൾ ബന്ധപ്പെടും. നമ്മൾ അടുത്ത് വരുന്ന കാര്യങ്ങളും ഇത്തരത്തിൽ നിരവധിയായ വിവേചനങ്ങളുടെ കഥയുണ്ട്. അതൊന്നും നമുക്ക് പോലും പുറത്ത് പറയാൻ കഴിയില്ല. പറഞ്ഞാൽ ഇത് സത്യമല്ലെന്ന് പലർക്കും തോന്നും. പക്ഷെ അനുഭവസ്ഥന് അത് സത്യമല്ല എന്ന് പറയേണ്ട കാര്യമില്ല. ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഈ സമൂഹത്തിലുള്ള വേർതിരിവ് തന്നെയാണ്. ആ വേർതിരിവ് അനുഭവത്തിൽ നിന്ന്, കൂടുതൽ അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിൽ പാഠം പഠിച്ച ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത്. നമുക്ക് മുമ്പിൽ എത്രയോ പേർ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കിട്ടാത്ത പ്രാധാന്യം ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ തരംതിരിവ് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാമെന്ന് എല്ലാവരും ആലോചിക്കുന്നു. അവസര സമത്വം ഇവിടെ ഇല്ല. ഇരട്ട നീതിയല്ലേ എപ്പോഴും ഇവിടെ നടക്കുന്നത്. ഈ ചെറുപ്പക്കാരനും ഇരട്ട നീതി അല്ലേ ലഭിച്ചത്. ഞാൻ വേണമെങ്കിൽ പറയാം. സാക്ഷ്യപ്പെടുത്താൻ ഒത്തിരി കഥകളുണ്ട്. അത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അത് ബോധ്യപ്പെടില്ല. ഈ അനുഭവിക്കുന്നവനല്ലാതെ അനുഭവിക്കുന്നവനും അനുഭവിപ്പിക്കുന്നവനും ഈ രണ്ടു പേർക്കും അറിയാം ഞാൻ എന്തിനാണ് അവനെ മാറ്റി നിർത്തിയത്. ആ മാറ്റി നിർത്തിയ ജാതിയല്ലേ എന്ന് മാറ്റി നിർത്തിയാളെന്ന് പറയും. കഴിവുകളിലൂടെ കയറി വരുന്നവരെ ജാതിയുടെ നിറത്തിന്റെ പേരിലൊക്കെ ഈ അടിച്ചമർത്തുന്നു എന്ന് പറയുന്നതിനൊക്കൊന്നും ഈ കാലഘട്ടത്തിൽ വലിയ സത്യമായിട്ടുള്ള കാര്യമല്ല. കഴിവുള്ളവർ തീർച്ചയായിട്ടും കയറി വരും. അതിനൊരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ IM വിജയനാവട്ടെ, കലാഭവൻ മണിയാവട്ടെ, അങ്ങനെ ഉയർന്ന പദവികൾ അലങ്കരിക്കുന്ന നിരവധി പേരുണ്ട്. ഇപ്പൊ IM വിജയനൊക്കെ ലോകം അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരമാണ്. അപ്പൊ അങ്ങനെയൊക്കെ കഴിവിലൂടെ കയറി വരുന്നവരെ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മറു ചോദ്യം കൂടി വരുന്നുണ്ട്. കഴിവിലൂടെ കടന്നു വരുന്നവരെ ഒരു പരിധി കഴിയുമ്പോൾ അംഗീകരിച്ച് മതിയാവൂ എന്നൊരവസ്ഥയിലാണ് കാര്യം നിൽക്കുന്നത്. അല്ലാതെ തുടക്കത്തിൽ വരുന്നവനെ അവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാം എന്നല്ല. തുടക്കത്തിൽ മാക്സിമം അവനെ തളർത്തും. ആ തളർത്തുമ്പോഴും ഉള്ളിലെ തീ കെടാത്തവരും മാത്രമേ രക്ഷയുള്ളൂ. ഇത് കലാഭവൻ മണിക്കുമുണ്ട്, IM വിജയനുമുണ്ട്. നിങ്ങൾ പേഴ്സണൽ ചോദിച്ചാൽ പറയാം. അല്ലാതെ അവരൊന്നും അങ്ങനെ പറയാൻ പോകുന്നില്ല. അത് തന്നെയാണ് വേടനും അതാണ് സംഭവിച്ച. ഇനിയും വേടനെ എതിർത്തിട്ട് കാര്യമില്ല. വേടൻ പരിധി വിട്ടുപോയി. ഇനി അവൻ പറന്നോട്ടെ. പറന്നു തുടങ്ങാത്ത സമയം അത്രയും ഈ ചിറകുകൾ അരിയുവാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. അത് വേടനാണെങ്കിലും എനിക്കാണെങ്കിലും IM വിജയനാണെങ്കിലും ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നമ്മളുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ഒരു പ്രാതിനിധ്യം ഉറപ്പിച്ചാൽ അവിടെ ആദ്യം ചോദിക്കുന്നത് അവൻ ഏത് ജാതിയിൽപ്പെട്ടതാണ്. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് പോയാൽ എൻ്റെ ജാതി കൃത്യമായും പെട്ടെന്ന് തന്നെ അവർ നമ്മൾ വ്യത്യസ്തനായാൽ, നമ്മൾ പ്രാപ്തിയുള്ളവനാണ് എന്ന് എവിടെയെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ അവർ ഉടനെ അന്വേഷിക്കും ഇതാരാണ്, ഇദ്ദേഹത്തിൻ്റെ അച്ഛനാര്, അച്ഛൻ്റെ അച്ഛനാര്. ഇതൊക്കെ നോക്കുന്നത് ഒറ്റയടിക്ക് ജാതി ചോദിക്കാത്തതുകൊണ്ട് ഇത് ചോദിക്കും. അത് എത്രയോ മഹാന്മാരായ ആൾക്കാർ ഇത് പറഞ്ഞിട്ട്. എൻ്റെ അനുഭവത്തിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഏത് ജാതിയെന്ന് ആ സമൂഹം മൊത്തം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ പറന്നു തുടങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കും. ഇപ്പം വേടനെ വിട്ടു. ഇപ്പം പറയും
വേടൻ ഇടത് വേടനാണെന്ന് പറയും. ഇവിടുത്തെ ഇടതുകാർ ഏറ്റെടുത്തെങ്കിലും മറ്റു ചിലർ ആ ഏറ്റെടുപ്പിന് തയ്യാറായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസത്തെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടത്. ഭീകരവാദിയാണെന്നും ഭീകരവാദത്തെ വളർത്തുന്നു അയാൾ ഗാസയെ അവിടെയാണ് ഒരു ചോദ്യം കൂടി. ഈ ചർച്ചകളിലൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഈ ഗാസയെ പിന്തുണച്ചുള്ള പാട്ടുകളും അതിനെക്കുറിച്ച് സംസാരിക്കുകയും നമ്മുടെ ദേശീയ പതാക എന്തുകൊണ്ടാണ് നെഞ്ചിലേറ്റ് ഏക്കാത്ത, അല്ലെ അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു ദേശീയമായ ഒരു വരികൾ പോലും വേടനിൽ നിന്ന് വരാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വേടന് പിന്നിൽ മറ്റേതെങ്കിലും വിഘടനവാദികൾ ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിന് നിഴലാക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ഏറ്റുമുട്ടൽ നമ്മുടെ അയൽ രാജ്യമായിട്ട് ഉണ്ടായിട്ട് എനിക്ക് അത് അവസാനിച്ച് 3 ദിവസമേ ഉള്ളൂ. ഈ 3 ദിവസത്തിന് മുമ്പ് വേടൻ പാടാത്തതെന്തെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു നാളുകളിലും ഈ രാജ്യത്ത് ഇപ്പോൾ നടന്ന നമ്മുടെ 10-26 സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ആ ഭീകര ശക്തിക്കെതിരെ വേടൻ്റെ ഗാനങ്ങൾ വരണമെന്നാണ്. തീർച്ചയായും വരും. വേടൻ എന്ന് പറയുന്ന ഒരു വളരെ മാന്യമായി സംസാരിക്കുകയും മാന്യമായി ഇടപെടുകയും ചെയ്യുന്ന ആ ചെറുപ്പക്കാരന് നമ്മുടെ ദേശീയത ഇല്ലെന്ന് പറയാൻ പറ്റൂ. നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ് ആ ചെറുപ്പക്കാരൻ 100%. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും ഓരോ മനുഷ്യനും ഈ രാജ്യത്തോട് സ്നേഹവും കടപ്പാടും എല്ലായ്പ്പോഴും ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരിക്കൽ പോലും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ദളിതരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ദളിതൻ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ച് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തതായിട്ട് നിങ്ങൾ എന്നെങ്കിലും ഒരു കഥ, ഒരു സംഭവം ഒരു ദളിതനും, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദളിതനും എത്രയോ അടിച്ചമർത്തൽ ആയിട്ടും രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ടില്ല, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല. ഒരു ദളിതനും വിഘടനവാദത്തിന് വേണ്ടി കൂട്ടുനിന്നിട്ടില്ല. ഈ രാജ്യത്ത് ഒരിക്കലും ഒരു ദളിതൻ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ് വേടനും. ഈ രാജ്യത്തോട് ഏറ്റവും കടപ്പാടും സ്നേഹവുമുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹം ഈ രാജ്യത്തിനെ അദ്ദേഹം ഈ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായി നിരീക്ഷിക്കാത്ത ഒരാളിന് എഴുതാൻ സാധിക്കൂ, നന്നായി നിരീക്ഷിക്കാത്ത ഒരാളിന് സംസാരിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇതെല്ലാം നിരീക്ഷണ പാഠവും ഒരു മനുഷ്യനുണ്ടാവണം. അദ്ദേഹം ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള രാജ്യസ്നേഹിയുള്ള ചെറുപ്പക്കാരനാണ്. ഈ രാജ്യം നമ്മുടെ ശത്രു രാജ്യത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഭാരതീയൻ പുളകം കൊള്ളുന്നത് തന്നെയാണ്. സ്വാഭാവികമായും വേടനെ പോലെയുള്ള ദേശീയ വികാരമുള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായ ഇന്ന് ഒരു യുദ്ധം അല്ലെങ്കിൽ സംഘടന കഴിഞ്ഞ് നാളെ അദ്ദേഹം പാട്ട് എഴുതിയില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അദ്ദേഹം രാജ്യസ്നേഹിയാണ്. രാജ്യസ്നേഹത്തോടു കൂടിയുള്ള ഗാനങ്ങൾ ഈ ചെറുപ്പക്കാരിൽ ദേശസ്നേഹം വളർത്തുന്ന തരത്തിലുള്ള ഗാനങ്ങളും അദ്ദേഹം തയ്യാറാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതുപോലെ വിപ്ലവം രചിച്ചവരാണ് ഈ നാട്ടിലെ അയ്യങ്കാളിയും ഗുരുദേവനും. ആര് വിപ്ലവം പറഞ്ഞാലും കാതുകൾക്ക് അത് ആദ്യം അരോചകമായി തോന്നും. ഈ അരോചകത്വം വീണ്ടും വീണ്ടും വരുമ്പോൾ അത് നല്ല സംഗീതമായി വരും. എന്തായാലും കേരള സമൂഹം അവിടെ ജാതിയും മതത്തിൻ്റെ ഒരു വ്യത്യാസവുമില്ലാതെ നമുക്കറിഞ്ഞൂടെ അയാളെ പാട്ട് ഏതെങ്കിലും പ്രത്യേക ജാതിയിലോ മതത്തിലപ്പെട്ടവരാണ് പോകുന്നത്? അല്ല, എല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരല്ലാത്തവരും ധാരാളമായി ഈ സംഭവത്തിന് ശേഷം പോകുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു കലാകാരൻ്റെ വഴിക്ക് വിടുക. അദ്ദേഹം വിപ്ലവം ഇല്ലാത്തതോ ഏത് വേണമെങ്കിലും അദ്ദേഹം ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തോട്ടെ. അതിലൂടെ ഒരു തലമുറയ്ക്ക് നല്ല പ്രചോദനം നൽകാൻ കഴിയുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഉത്തമം. രാജ്യസ്നേഹമായാലും ഈ സാമൂഹ്യ പുരോഗതിക്കുള്ള വാക്കുകളായാലും എല്ലാം നന്മയിലേക്ക് വരട്ടെ. നമ്മുടെ സമൂഹം ഈ ഇതുപോലെയുള്ള ചെറുപ്പക്കാരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ പുതുതലമുറ ഒരു ഉയർന്ന തലത്തിൽ വളർന്നു വരാൻ സാധിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്.